ഒരുപാട് പൂരി ഉണ്ടാക്കുന്ന യൂട്യൂബ് വീഡിയോകളെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ ഇന്ന് ആദ്യമായി പൂരി ഉണ്ടാക്കാൻ പോകുകയാണ് സുഹൃത്തുക്കളെ. മെഷറിംഗ് കപ്പ് അളവിലാണ് അവർ മെഷർ ചെയ്യുന്നത്. എനിക്ക് മെഷറിംഗ് കപ്പൊന്നുമില്ല, അതുകൊണ്ട് ഞാനൊരു ഗ്ലാസ്സിലൊരു 3 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടു. ഇനി അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ വെള്ളം ഒഴിക്കട്ടെ. തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത്, ചൂടുവെള്ളമൊന്നും എടുത്തില്ല. ചപ്പാത്തി ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചുണ്ടാക്കാമെന്നൊക്കെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ പൂരി ആയതുകൊണ്ട് തണുത്ത വെള്ളത്തിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി വെള്ളം ഒഴിക്കാം. കൂടിപ്പോകുമെന്നൊരു പേടിയുണ്ട്, അതുകൊണ്ട് ഞാൻ കുറേശ്ശെ ഇട്ടാണ് മിക്സ് ചെയ്യുന്നത്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത വിധം ആവുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഇത് മിക്സ് ചെയ്തത് ശരിയായിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഒരുവിധം കുഴഞ്ഞ് വന്നിട്ടുണ്ട്, അതെനിക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാനും പറ്റുന്നുണ്ട്. എന്നാലും ഒന്ന് കുഴച്ച് വരുമ്പോഴത്തേക്കും അത് പിന്നെയും ഡ്രൈ ആവുന്നു. അപ്പോൾ ഞാൻ പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുഴച്ചതൊക്കെ റെഡിയായി എന്നാണ് തോന്നുന്നത്, എനിക്കെങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ല സോഫ്റ്റായിട്ട് തോന്നുന്നുണ്ട് എനിക്കിപ്പോൾ കുഴക്കുമ്പോഴത്തേക്കും. നേരത്തെ നല്ല ഡ്രൈ ആയിരുന്നു, ഇപ്പോൾ സോഫ്റ്റായി വരുന്നുണ്ട്. നല്ലോണം ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് ഇങ്ങനെ കുഴച്ച് കൊടുക്കണം. അധികം ബലമൊന്നും വേണ്ട കേട്ടോ, വെറുതെ ഒന്ന് പയ്യെ ഒന്ന് അമർത്തുമ്പോൾ തന്നെ. ആദ്യം കുറച്ച് ഇതായിരുന്നു, ഇപ്പം പക്ഷേ അധികം കുഴപ്പമില്ലാണ്ട് എനിക്ക് കുഴക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തതിൽ ഒരു ഇത്തിരി വെള്ളമേ ബാക്കി വന്നിട്ടുള്ളൂ. ഒരു 3/4 ഗ്ലാസോളം ഞാൻ പൂരി കുഴക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തു. ബാക്കി ഇത്രയും വെള്ളമേ ഉള്ളൂ എൻ്റെ ഗ്ലാസ്സിൽ. അപ്പോഴത്തേക്കും ഒന്ന് കുഴച്ചത് റെഡിയായി. ഇപ്പം എൻ്റെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, നല്ലോണം ഇരിപ്പുന്നുണ്ട്. ഇനി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യാം, മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലോണം ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റൊക്കെ നമുക്ക് മാറ്റി വെക്കണമെന്നാണ് ഞാൻ കണ്ടത് വീഡിയോസിൽ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നല്ലോണം കണ്ടു. എൻ്റെ കയ്യിലൊന്നും ഇപ്പോൾ ഒന്നും ഒട്ടുന്നില്ല. അപ്പോൾ എൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് 15 മിനിറ്റിന് ശേഷം നോക്കാം. ശരിയായി വരും എന്നൊരു പ്രതീക്ഷയുണ്ട്. ശരിയായണേ. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു കുറച്ച് മയം കാണുമ്പോൾ തന്നെ അറിയാം ഒരു വ്യത്യാസം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് നല്ലോണം കുഴച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയെടുക്കാം. നല്ല സോഫ്റ്റായി തോന്നുന്നുണ്ട് മാവ് കേട്ടോ. യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ശരിയാവുന്നൊരു പ്രതീക്ഷ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇതുപോലെ കയ്യിലെടുത്ത് ഞാനിങ്ങനെ ബോളാക്കി എടുക്കുന്നുണ്ട്. കുഞ്ഞിത് മതി, എന്നിട്ടത് കട്ടിയോടെ പരത്തണമെന്നാണ് വീഡിയോസിൽ ഞാൻ കണ്ടത്. ഇപ്പോൾ ബോളൊക്കെ ആക്കി എടുത്തു. ഇനി കുറച്ച് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗോതമ്പിൻ്റെ ഉണ്ടകൾ അതിൽ മുക്കി നമുക്ക് പരത്തിയെടുക്കാം. പരത്തുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് പരത്തുമ്പോൾ 2 കൈ യൂസ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ പരത്തുന്ന വീഡിയോ കാണിക്കുന്നില്ല. ഇപ്പം എൻ്റെ പൂരി ഒരുവിധം റെഡിയായി, സർക്കിളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് ചൂടായ ശേഷം അതിലൊരുവിധം എണ്ണ, പൂരി മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ എണ്ണ ഒഴിക്കണം. ഞാൻ ഇത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഇത് മതിയാകുമായിരിക്കും. നമുക്കിനി പരത്തി വെച്ച പൂരിയൊക്കെ ഇതിലിട്ട് കൊടുക്കാം. പൂരി പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ പൂരി ഏതായാലും റെഡിയായെന്ന് തോന്നുന്നു. അടിപൊളിയായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ, സൂപ്പറായി തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഇട്ട് കൊടുത്തൊന്നെടുക്കാം. നല്ല സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു കാണുമ്പോൾ തന്നെ. കണ്ടോ, നല്ലോണം പൊങ്ങുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ യൂട്യൂബ് ചാനലുകാർക്കും എൻ്റെ ഒരുപാട് നന്ദി. എന്നെ പൂരി ഉണ്ടാക്കാൻ സഹായിച്ചതിൽ എനിക്ക് നല്ല സൂപ്പറായി തന്നെ പൂരി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, എണ്ണയും അധികം കുടിച്ചിട്ടില്ല, നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ യൂട്യൂബ് ചാനൽസിനും നന്ദി. ഇനി നാളെ മറ്റൊരു വീഡിയോ ആയി കാണാം.